സ്വാഗതം. ഇന്ന് കറിപ്പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ആയ കാരണം എനിക്ക് കറിപ്പൊടിക്ക് ധാരാളം ഓർഡർ ഉണ്ടായിരുന്നു. ചിക്കൻ മസാല, മീറ്റ് മസാല, പോർക്ക് മസാല, ഫിഷ് മസാല എന്നിവയുടെ എല്ലാം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ഈസ്റ്റർ ആഘോഷിക്കാൻ വീട്ടിൽ ഇരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റെഡിയാക്കാലോ ഒക്കെ ഒന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പിടിയും ചിക്കൻ കറിയും വെക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിടി ഞങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ. അമ്മ പിടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിടിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആദ്യം ജീരകവും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ ഒതുക്കിയെടുത്തു. അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ചേർത്ത് ഒതുക്കിയെടുത്തു. അപ്പോഴാണ് അമ്മ വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിന് ഞാൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അതേ അമ്മ പിടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മ പിടിയുടെ റെസിപ്പിയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം ഒറ്റ ടേക്കിൽ തന്നെ എല്ലാം റെഡി ആയിട്ടോ. സംസാരിച്ചതെല്ലാം ഞാനൊക്കെയാണെങ്കിൽ എത്ര പ്രാവശ്യം പറയുമ്പോഴാണെന്നറിയോ ഓരോ വീഡിയോയുടെയും അത് ഫുള്ളായിട്ട് എടുക്കുന്നത്. അതിപ്പോൾ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അമ്മ അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒറ്റ പ്രാവശ്യം കൊണ്ട് പറഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ പിടി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കും. പിടി ഉണ്ടാക്കുന്നത് പുട്ടിൻ്റെ പാകത്തിന് അരി പൊടിച്ച് വറുത്ത് വെള്ളം തിളപ്പിച്ച് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് എടുത്ത് തേങ്ങയും ചേർത്ത് കുഴച്ചെടുത്ത് ഉരുട്ടി വെള്ളം അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ ഉരുട്ടിയത് ഇട്ട് തേങ്ങയും അരച്ച് കലക്കി ഒഴിച്ച് വാങ്ങി സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. എല്ലാവർക്കും കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പിടി വയ്ക്കുന്നത്. വെളുത്തുള്ളി, ജീരകം, തേങ്ങ, കറിവേപ്പില ഒക്കെ ഇട്ടാണ് പിടി വയ്ക്കുന്നത്. പിടി ഉണ്ടാക്കാൻ ഉരുട്ടി ഇടുകയാണ്. പണ്ടൊക്കെ പിടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു. ആർക്കും സമയമില്ല. പിടിയൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും. അത് കാരണം ആരും വീട്ടിലുണ്ടാക്കാറില്ല. കുറച്ച് മാവെടുത്ത് കലക്കി നമ്മൾ ഒഴിക്കണം അതിനകത്ത്. അതുകൊണ്ട് ഇത് കലക്കി വെക്കുകയാണ്. പിടി അടുപ്പിട്ടിട്ടില്ല. വേകാറാകുമ്പോൾ ഇത് ഒഴിച്ചു വിടണം. ഇളക്കി വാങ്ങിയെടുക്കാൻ. എന്നാലേ പിടിക്ക് കൊഴുപ്പും സ്വാദും കിട്ടുകയുള്ളൂ. പിടി വയ്ക്കാനുള്ള വെള്ളം തിളച്ച് തുടങ്ങി. കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാവ് കലക്കി ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിക്കുകയാണ് പിടിയിലേക്ക്.
നമുക്കൊക്കെ ഒന്ന് ഇളക്കി കഴിച്ചു നോക്കട്ടെ. നല്ല ഭക്ഷണമാണ്. പണ്ടൊക്കെ നമ്മൾ പിടിയെന്നും വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഇത് വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് മെനക്കെടാറില്ല. നല്ല ഭക്ഷണമാണ് പിടിയ. കോഴിക്കറിയും കൂട്ടി കഴിക്കുവാൻ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഇതേ പിടിയും ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ചോറിന് ഇതേ മോര് കറി, പയറ് മെഴുക്ക് വരട്ടി, സർലാസ്, നമ്മുടെ ചിക്കൻ മസാല ഉപയോഗിച്ച് തയ്യാർ ചെയ്ത ചിക്കൻ കറി, പിന്നെ പപ്പടം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈസ്റ്ററിന് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി ഈസ്റ്ററായിരുന്നു ഈ വർഷത്തെ. പിന്നെന്താ, ഈസ്റ്ററിൻ്റെ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നമുക്ക് കറിപ്പൊടിയുടെ ഓർഡറൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറിപ്പൊടി പാക്ക് ചെയ്യൽ, പിന്നെ കറിപ്പൊടിയായിട്ട് ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. പിന്നെ വീഡിയോ എഡിറ്റിങ് വൈകി, പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ അതും വൈകി. അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. മുന്തിരി